ഡയലോഗ് പീഡിയയ്ക്ക് വേണ്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി എസ് ജോസഫുമായി നടത്തുന്ന സംഭാഷണമാണ്. മാഷ് എഴുതിയ വംശചരിത്രം എന്ന കവിത പൊയ്കയിൽ അപ്പച്ചൻ്റെ ജീവിതത്തെയും ദർശനത്തെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ വംശചരിത്രം എന്ന കവിതയെ മുൻനിർത്തി കേരളത്തിൻ്റെ കീഴാള നവോത്ഥാനത്തെയും മലയാള കവിതയെയും കവിതയുടെ ഒരു ചരിത്രത്തെയും വർത്തമാനത്തെയും മുൻനിർത്തി ഒരു സംഭാഷണമായി ഇത് വികസിപ്പിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ കവിത ഒന്ന് ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാൻ തോന്നുന്നു. അത് തീർച്ചയായിട്ടും. വംശചരിത്രം കാണുന്നില്ലൊരെഴുത്തുപോലും ഇവിടൻ വംശത്തിനെപ്പറ്റി, ഞാൻ കാണുന്നുണ്ട് ചരിത്രമേറെ എഴുതപ്പെട്ടുള്ള വംശങ്ങളൻ. വംശത്തിൻ്റെ ചരിത്രമൊട്ടും എഴുതാൻ ആരോരുമില്ലാതെ പോയല്ലോ ഭൂമിയിൽ, ഓർത്തിടുമ്പോളകമേഖേദത്തിനാരംഭമായി. പാട്ടിൻ ദൃശ്യത കൊണ്ടു തന്നെ അതിനാൽ ചൂണ്ടുന്നൊരില്ലായ്മയാണെന്നാലും മിഴിവാർന്നു മിന്നും അതിലായി സാന്നിധ്യമെന്നാകിലൂ വംശത്തിൻ്റെ ചരിത്ര ശൂന്യനിലയ സാന്നിധ്യമായി തീരുന്ന വംശത്തിൻ്റെ ചരിത്ര ശൂന്യനിലയെ പിന്തള്ളി സാന്നിധ്യമായി തീരുന്ന ഒരു വിചാരമാതൃക തുടങ്ങുന്നുണ്ട് സൂക്ഷ്മത്തിലായി. വാക്യത്തിൻ്റെ തുടക്കമായ പദമോ കാണുന്നതില്ലെന്നു താൻ, വംശം വന്നതൊടുക്കമാണതിലുമേ ശ്രദ്ധിച്ചു നോക്കിയിടുകയിൽ ഊന്നൽ കാഴ്ചയിലാണ് വംശനിലയിൽ താനല്ല എന്നോർക്കണം. വംശത്തിൻ്റെ ചരിത്രം ഓർമ്മ അതുതന്നെ എന്നും ഓർത്തിയിടണം. വിട്ടേ പോകുക എഴുത്തുകൊണ്ടു പിടിയിൽപ്പെട്ടോർ എഴുത്തൊന്നുമേ വിട്ടിട്ടില്ല നമുക്കു വേണ്ടി, അതിൽ നാം ഇല്ല വിലാസത്തിലായി. മറ്റുള്ളവരുടെ വംശഗാഥയതു താൻ കാലാതിദേശങ്ങളും വേറിട്ടാണതിൽ എന്നു കണ്ടെഴുതണം സ്വന്തം ചരിത്രങ്ങൾ നാം. പാടത്തുള്ളൊരു ചേറിലാഴ്ന്ന ഒരു അടിമക്കാലം മറക്കാവതോ, പോത്തും കാളയുമൊത്തു നമ്മൾ അധികം നേരം കഴിച്ചെന്നതും. ക്രിസ്ത്യൻ ഹിന്ദു വഴിപ്പുറത്തു വെറുതെ നാം അന്നലഞ്ഞില്ലയോ, വ്യർത്ഥം യാത്ര അനാഥരെന്ന വിധമായി ഇന്നും നടപ്പില്ലയോ. പാർത്തേ പോന്നവരാണു പണ്ടു മുതലേ ഈ കേരളത്തിൽ, നമുക്ക് ഓർക്കേ ഖേദമുദിച്ചിടുന്നു പരരായി തീർന്നെന്നതിൽ. പാട്ടിലായി ചേർത്തേ വയ്ക്കുകയാണ് പാടുവതിനായി നിർലജ്ജമായി ഹീനരായി തീർന്നേ പോയൊരു വംശഗാഥ അതുതാനൻ സ്വന്തരാഗത്തിലായി. വിൽക്കപ്പെട്ട പിതാവും അമ്മയും അതാ പോകുന്നിളെ തുങ്ങളെ, വൃക്ഷത്തിൻ്റെ ചുവട്ടിലിത്തിരി നമുക്കൊന്നിച്ചിരിക്കാം വരൂ. പാറുന്നുണ്ട് പരുന്തുമേലെ വിപുലാകാശങ്ങളിൽ സങ്കടം, ബോധിപ്പിക്കുക നെഞ്ചുപൊട്ടി അതിനുണ്ടാകും തരാൻ സാന്ത്വനം. അപ്പച്ചൻ്റെ പറച്ചിൽ കേട്ട ജനമോ നെഞ്ചത്തടിച്ചു കരഞ്ഞു. അപ്പോൾ കണ്ട മരത്തിലേറി ശിരസും തൂക്കിക്കിടന്നു നിലം പറ്റിക്കൊണ്ടു കരഞ്ഞു. ഭ്രാന്ത് കയറി പാഞ്ഞു ചിലർ ചുറ്റിലും, മറ്റെന്താണവർ ചെയ്യുക, എങ്ങനെ അടിമക്കാലം മറക്കുന്നു നാം. പാട്ടിൽ നിന്നൊരു ദൂരം ഉണ്ട് കവിതാരൂപത്തിലേക്ക്, എങ്കിലും ദൂരം നേരെ തിരിച്ചുമുണ്ട്. അധികമാണ് ആ ദൂരം അങ്ങേപ്പുറം. പൊയ്യേൽ പാടിയ പാട്ടിലുള്ള പൊരുളിൽ ചെന്നൊന്നു തൊട്ടിയിടുവാൻ വ്യംഗ്യത്താലും അകാര്യമത്രേ, അതുപോൽ ആവില്ല മറ്റെന്തിനും. പൊയ്കയിലപ്പച്ചൻ എഴുതിയ വളരെ പ്രധാനപ്പെട്ട, നമ്മളൊരു പക്ഷേ ഏറ്റവും കൂടുതൽ മലയാളി ഉദ്ധരിച്ചിട്ടുള്ള വാചകം കാണുന്നില്ല എൻ്റെ വംശത്തിൻ്റെ ചരിതങ്ങൾ എന്ന് തന്നെയാണ്. വംശത്തിൻ്റെ ചരിതങ്ങൾ ഇല്ലായ്മയല്ല, ചരിതങ്ങളുടെ ഇല്ലായ്മയല്ല, മറിച്ച് ആ ചരിതങ്ങൾ ആഖ്യാനം ചെയ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ആരും അത് പറഞ്ഞില്ല എന്നാണ് അപ്പച്ചൻ പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ കവിതയിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പൊതുവെ നമ്മുടെ ഒരു എഴുതപ്പെട്ട സാഹിത്യത്തിനകത്താകട്ടെ, ദലിത് പ്രതിനിധാനങ്ങൾ എപ്പോഴും ഇല്ലായ്മയുടെ ഒരു 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 ആഖ്യാനങ്ങളായിട്ടാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. മാഷിൻ്റെ കവിത വരുന്നതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ചരിത്രത്തിൽ പൊയ്കയിലപ്പച്ചൻ മുന്നോട്ട് വെച്ച ആ വിലാപത്തിൻ്റെ ഒരു അർത്ഥപൂർണമായ ആവിഷ്കാരമായിട്ട് മാഷിൻ്റെ കവിതകൾ പലപ്പോഴും മാറിയിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇല്ലായ്മയുടെ അല്ല, മറിച്ച് ഇത്രയും കാലം മലയാള കവിത കാണാതെ പോയ ഒട്ടേറെ ജീവിതങ്ങളുടെ ഉണ്മയെയാണ് മാഷ് ആവിഷ്കരിക്കാൻ വേണ്ടി
ശ്രമിച്ചത്. കെ ബാബുരാജ് എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു നിരീക്ഷണം മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ അനുഭവങ്ങളെ പലപ്പോഴും വളരെ പ്രിവിലേജ്ഡായ വളരെ സവിശേഷ അവകാശങ്ങളുള്ള ഒരു ജനതയുടെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്തിട്ട് ഇല്ലായ്മയെക്കുറിച്ചല്ല, മറിച്ച് അതിന് സമാന്തരമായി തന്നെ വളരെ വ്യത്യസ്തമായ മറ്റനേകം അനുഭവങ്ങളുടെ ഉണ്മയെക്കുറിച്ചാണ് മാഷ് പറയുന്നതെന്ന് തോന്നുന്നു. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പൊയ്കയിലപ്പച്ചൻ പറഞ്ഞ വാക്കുകളുടെ ഒരു പൂർത്തീകരണം മാഷിൻ്റെ കവിതയുടെ തുടക്കം മുതൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാഷ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതായത് ഞാൻ സത്യത്തിൽ 2005 പൊയ്കയിലപ്പ അപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാളെ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ കവിത എഴുതാൻ തുടങ്ങുന്നത് 80-ലൊക്കെ തുടങ്ങുന്നുണ്ട്. അവിടെ 25 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു 45 വയസ്സാകുമ്പോഴാണ് പൊയ്കയിലപ്പച്ചൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത്. കാരണം ഞാനൊരു ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ലത്തീൻ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു വഴി കേൾക്കാൻ മാർഗ്ഗമില്ല. മാത്രമല്ല ഞാനങ്ങനെ പള്ളിയുടെ കാര്യങ്ങളൊന്നും അധികം ചിന്തിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്നൊക്കെയാണല്ലോ പൊയ്കയിൽ അതിന് പല പാഠങ്ങളുണ്ട് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പം ഞാനതിനകത്ത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആ എഴുത്ത് കാണുന്നില്ലായ്മയെ സൂചിപ്പിക്കുന്നു. അതായത് ആ എഴുത്ത് ഒരു അഭാവത്തെ സൂചിപ്പിക്കുന്നു, ഒരു ലാക്ക്നെസ്സിനെ സൂചിപ്പിക്കുന്നു. പക്ഷേ ആ എഴുത്ത് ഒരു പ്രസൻസാണ്. ഒരേ സമയം അത് ആബ്സെൻസിനെ സൂചിപ്പിക്കുകയും അതേസമയം ഒരു പ്രസൻസ് ആയിരിക്കും. പുള്ളി എഴുതി തുടങ്ങുകയാണ്, അദ്ദേഹം ഹിസ്റ്ററി എഴുതുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത, അതായത് ഒരു ആബ്സെൻസിനെ സൂചിപ്പിക്കുന്ന ഒരു റൈറ്റിങ് അതൊരു പ്രസൻസായി മാറുന്നു. അങ്ങനെയാണല്ലോ ഈ ആത്മകഥകളും മറ്റും നോവലും കവിതകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ 2005 ശേഷം ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ കവിത എഴുതുന്നത്, മാതൃഭൂമിയിലാണത് വന്നത്. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പല പാട്ടുകളും പല അനുഭവകഥകളും അടിമ ആഖ്യാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പാട്ടെങ്ങനെ കവിതയാകും എന്നുള്ള പ്രശ്നമാണ് അവസാനത്തെ ആ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. പാട്ടിൽ നിന്നൊരു ദൂരമുണ്ട് കവിതയിലേക്ക്, പക്ഷെ തിരിച്ചുകൊണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇതാണ് ഈ ഒരു മറുപക്ഷ വായനയുണ്ട് ഇതിനകത്ത്. പാട്ടിൽ നിന്നൊരു ദൂരം കവിതയിലേക്കുണ്ട്. കാരണം കവിത ശ്രേഷ്ഠവും പാട്ട് താഴ്ന്നതുമായിട്ടാണ് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത്, അല്ലേ? പാട്ടുകളെക്കുറിച്ച് നമ്മളങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷേ അല്ലേ, ഇപ്പോൾ സിനിമാ പാട്ടിനാണെങ്കിൽ ഒരു 2ാം സ്ഥാനമാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഈ പാട്ടിലേക്കും തിരിച്ചൊരു ദൂരം ഉണ്ടെന്ന് പറയുകയാണ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് പൊയ്കയിൽ അപ്പച്ചനെ പോലുള്ളവരുടെ പാട്ടുകൾ. അപ്പോൾ ഹിന്ദുമതത്തിന് പുറവഴിയെ നാം അനാഥരെന്ന പോലെ സഞ്ചരിച്ചു, ക്രിസ്തുമതത്തിന് പുറവഴിയെ നാം അനാഥരെന്ന പോലെ സഞ്ചരിച്ചു, ഹിന്ദുമതത്തിലും ചേർത്തിയില്ലല്ലോ, ക്രിസ്തുമതത്തിലും ചേർത്തില്ലല്ലോ എന്നുള്ളൊരു പാട്ടൊക്കെ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. എല്ലാ പാട്ടുകളും തന്നെയാണ്. ആദ്യം പറയുന്നത് ഈ റൈറ്റിങ്, പൊയ്കയിൽ പാടുന്ന ആ പാട്ട്, ഇപ്പോൾ റൈറ്റിംഗ് ആണെങ്കിലും അത് പറച്ചിലാണെങ്കിലും റൈറ്റിംഗ് തന്നെയാണ്. പറച്ചിൽ പിന്നെ നമ്മൾ എഴുതി വെച്ചാൽ രേഖയായി, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു റൈറ്റിംഗ് ഒരു എഴുത്താണ്. എഴുത്തെന്ന് പറഞ്ഞാൽ ഒരു പ്രസൻസാണ്. അത് സൂചിപ്പിക്കുന്നത് ആബ്സെൻസ് ആണെങ്കിലും ആ ആബ്സെൻസ് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലൊരു ആബ്സെൻസിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രസൻസായി മാറുകയാണ് ഈ ആബ്സെൻസിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ ദളിതർക്ക് ഹിസ്റ്ററി ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ശരിയാണ്, ദളിതർക്ക് ഹിസ്റ്ററി അങ്ങനെ എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ ഹിസ്റ്ററി ഇല്ലെങ്കിൽ അതവിടെ ഉണ്ടല്ലോ. ഈ ഒരു പ്രശ്നമാണ് ഇതിനകത്ത് പറയുന്നത്. അവിടെ ഉണ്ടല്ലോ, ചരിത്രം എഴുതിയില്ലെന്നല്ലേ ഉള്ളൂ. ചരിത്രം എന്ന് പറയുന്നത് ജീവിക്കുന്നതാണ്. ചരിത്രം മനുഷ്യർ ജീവിച്ച് വരുന്നതിനാണ് ചരിത്രം എന്ന് പറയുന്നത്. അത് എഴുതിയില്ലെങ്കിലും ഉണ്ടല്ലോ, അല്ലേ? അപ്പം ലോകത്ത് എത്രയോ ആദിവാസി സമൂഹങ്ങൾ അല്ലെങ്കിൽ അപര സമൂഹങ്ങളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഹിസ്റ്ററി പിന്നാണ് ആയിരിക്കും എഴുതപ്പെട്ടിരിക്കുന്നത്, അല്ലേ? ആ ഒരു രീതിയിൽ. അപ്പോൾ ഇത് പൊയ്കയിൽ അപ്പച്ചൻ്റെ ഈ കവിതയ്ക്കകത്ത് ഞാൻ കണ്ടെന്ന ഒരു കാര്യം, ഒരു ഇൻ്റലക്ച്വൽ സ്വഭാവമുണ്ട്. ഈ പൊയ്കയിലിൻ്റെ എഴുത്തുകൾക്കൊക്കെ തന്നെയുണ്ട്, പ്രത്യേകിച്ച് ഈ വരികൾക്കുണ്ട്. ഈ കാണുന്നൊരു അക്ഷരം എന്നുള്ള വരിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ സംഭവം വെച്ചിട്ടാണ്. ഇപ്പം ബുദ്ധിയാണല്ലോ സമൂഹത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം, അനുഭവമല്ല. അനുഭവത്തെ കഴിഞ്ഞും വലിയ വിലയുള്ള സാധനം. കാരണം ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നു എന്ന് പറയുന്നത് അനുഭവമാണ്, പക്ഷെ സൂര്യൻ ഉദിക്കുന്നില്ല എന്നുള്ളത് ബുദ്ധിയാണ്, അല്ലേ? അങ്ങനെയല്ലേ അതിൻ്റെ റീസണാണ്. അപ്പം ബുദ്ധിക്ക് ഉള്ളൊരു പ്രാധാന്യമാണ് ഇതിനകത്ത് പറയുന്നത്. പൊയ്കയിലപ്പച്ചൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു. പല കാര്യങ്ങളും യുക്തിബോധം, അദ്ദേഹത്തിൻ്റെ യുക്തിയും ശാസ്ത്രബോധവും ഉണ്ടായിരുന്നു. പുള്ളി ഒരിക്കൽ പറയണ്ടായിരുന്നു, ഈ പുള്ളിയുടെ സദസ്യരോട് പുള്ളി പറയുന്നുണ്ട്, വിമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അന്ന് രാത്രിയിൽ ഇങ്ങനെ വിമാനം പോകുമ്പോൾ ആൾക്കാരത് പിശാചാണെന്നോ
ഒക്കെയാണ് വിചാരിക്കുന്നത്. കൊള്ളിയ വേറെ എന്തൊക്കെയോ പോകുന്നുള്ള നിഗൂഢവൽക്കരണം ഉണ്ട് അതിനകത്ത്. പക്ഷെ പുള്ളി പറഞ്ഞാൽ അത് മനുഷ്യർ ആകാശത്ത് സഞ്ചരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ശാസ്ത്രമുണ്ട്. അപ്പോൾ ശാസ്ത്രവും യുക്തിയും വരുന്ന ഒരു യൂറോപ്യൻ ഇത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻലൈറ്റ്മെൻറ്റ് പീരീഡിലാണ്. അതുവരെ യൂറോപ്പിൽ പ്രശ്നമുണ്ട്. എൻലൈറ്റ്മെൻറ്റ് പീരീഡ് കൂടി, അപ്പോൾ ഒരു എൻലൈറ്റ്മെൻറ്റ് ഉണ്ട് ഇതിനകത്ത്. ഒരു പുതിയ ബോധം, ഒരു യുക്തിബോധം, ശാസ്ത്രബോധം. അതുകൊണ്ടാണ് സ്കൂളൊക്കെ നിർമ്മിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു ഭൗതികതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ഈ ആത്മീയത എന്ന് പറയുന്നതിൽ ആത്മീയതയുടെ അടിസ്ഥാനം ഭൗതികമാണ്. അല്ലാതെ ആത്മീയത ഭൗതികയിൽ നിന്ന് മാറി നിൽക്കില്ല. ഭൗതികത ഉണ്ടെങ്കിൽ ആത്മീയതയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടിൽ പൊയ്കയിലിൻ്റെ പാട്ടുകൾ ഇനിയിപ്പം ശിഥിലമായി പോയാലും അത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംസ്കൃതത്തിലെ ഒരു ശാർദുലവിക്രീഡം വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ശാർദുലവിക്രീഡം വൃത്തത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു അക്ഷരം മാറിയാൽ പിന്നെ അറിയാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊരു സങ്കല്പമാണ് കേട്ടോ. വെൽ ഫിറ്റായിട്ട് വളരെ രൂപപരമായിട്ട് ശില്പദാർഢ്യത്തോടു കൂടി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ഒരുപാട് കാലമെടുത്താണ് ഈ വർക്ക് തീർക്കുന്നത്. കാരണം ഈ സംസ്കൃതത്തിൽ കവിത എഴുതാൻ എനിക്ക് എത്ര ബുദ്ധിമുട്ടാണ്. ഞാൻ എഴുതുമ്പോൾ അത്ര ഈസി ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്ന ആളല്ല ഞാൻ. കാരണം അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കില്ലല്ലോ. അപ്പോൾ അതിലേക്ക് വന്നിട്ടാണ് ഞാൻ കുറേ കവിതകൾ 5-8 കവിതകൾ എഴുതിയിട്ടുണ്ട് ആ മേഖലയിൽ. അതിൽ എല്ലാം നല്ലപോലെ വർക്ക് ചെയ്ത് എഴുതിയ കവിതകളാണ്. കുമാരനാശനൊക്കെ ചെയ്യുമ്പോൾ വർക്ക് ചെയ്ത് എഴുതിയ കവിതകളാണ്. അത്തരത്തിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. വംശത്തിൻ്റെ ചരിത്രമാണ്. പക്ഷെ കാണുന്നില്ല അർത്ഥവും കാണുന്നില്ലൊരു അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്നുള്ള ഈ വംശം എന്നുള്ള വാക്ക് അവസാനമാണ് വരുന്നത്. അതുകൊണ്ട് വംശത്തിൽ ഊന്നലില്ലെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഒരു വംശത്തിൽ ഊന്നി വംശീയതയായി മാറുന്നില്ല. അല്ലേ? ഇപ്പോൾ റേസ് എന്നുള്ളത് വംശീയതയായി മാറാം. എന്തും വംശീയമായി മാറാം. എത്നിസിറ്റി എന്നുള്ള രീതിയിലാണ്, എത്നിക് മൈനോറിറ്റി എന്നുള്ള ലെവലിലാണ് ഇത് എഴുതിയത്. എത്നിക് മൈനോറിറ്റിയുടെ പ്രശ്നം എന്ന നിലയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ പിന്നെ പൊതുവെ സനൽ മോഹനെ പോലെയൊക്കെയുള്ള ആളുകൾ അപ്പച്ചനെ ഒരു കോളനി ആധുനികതയുടെ ഒരു പ്രതിനിധാനമൊക്കെ ആയിട്ട് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലും മാഷ എങ്ങനെയാണ് കാണുന്നത്? അതൊരു യഥാർത്ഥത്തിലൊരു തദ്ദേശീയ ബുദ്ധിജീവി എന്നുള്ള രീതിയിൽ തന്നെ അപ്പച്ചനൊരു അല്ല, അപ്പച്ചൻ്റെ ഇതിനകത്ത് കോളനി ആധുനികതയുടെ സ്വാധീനമുണ്ട്. കാരണം ബൈബിൾ തന്നെ അങ്ങനെയാണല്ലോ വരുന്നത്. പക്ഷെ ബൈബിളിനെ വലിയ തോതിൽ എതിർത്ത ഒരാളും കൂടിയാണ്. അതെ, അത് പക്ഷേ ആദ്യം ബൈബിളിനെ മനസ്സിലാക്കിയിട്ടാണ് എതിർക്കുന്നത്. ആദ്യം പുള്ളി ബൈബിൾ ശരിക്ക് ഉള്ളുകൊണ്ട് അറിഞ്ഞ മനുഷ്യനാണ്. ആ പുള്ളി ഒരിക്കൽ പറഞ്ഞല്ലോ, വാകത്താനം ചന്തയിൽ ചെന്നിട്ട് പുള്ളി പറഞ്ഞു എനിക്കൊരു കാളയെ വിൽക്കാനുണ്ട്. അപ്പോൾ അവർ കാളയോ? എവിടെ കാള? കാളച്ചന്തയിലാണ്. എൻ്റെ കാള ക്രിസ്തുവാണ്. അപ്പോൾ ഇത് ബൈബിൾ ശരിക്കും വായിച്ച ഒരാൾക്ക് ഈ ഒരു രീതിയിൽ ഇത് പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല പുള്ളി പിന്നീട് ബൈബിളിനെ നിഷേധിക്കുമ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, എഴുത്തിനാൽ പിടിക്കപ്പെട്ടവർ വിടുവിൻ, എഴുത്ത് നമുക്കുള്ളതല്ലോ എന്നാണ്. അതായത് ഈ ബൈബിൾ മുഴുവനും യഹൂദരുടെ ഉള്ളിലെ സംഭവങ്ങളാണ്. ബൈബിളിൽ മൊത്തം യഹൂദരിൽ പുരോഗമന ശക്തികളുണ്ടായിരുന്ന അവരുടെയാണ് പുതുനിയമം, യാഥാസ്ഥിക സമൂഹത്തിൻ്റെയാണ് പഴയ നിയമം. രണ്ടും തമ്മിൽ ബന്ധമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് നമ്മൾക്ക് വേണ്ടി എഴുതപ്പെട്ടതല്ല. ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ ഫോർ പീപ്പിൾ ലിവിങ് ഇൻ കേരള, അല്ലെങ്കിൽ പീപ്പിൾ സബാൾട്ടൻ പീപ്പിൾ ലിവിങ് ഇൻ കേരള, അവർക്ക് വേണ്ടിയുള്ളതല്ല. അത് അപ്പച്ചൻ തന്നെ പറയുന്നുണ്ട്, ഇത് ഇവിടുത്തെ പോലെയർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അല്ല, അതുകൊണ്ടാണ് അതിനോട് മഹത്തായ വരിയുണ്ടല്ലോ, എഴുത്തിനാൽ പിടിക്കപ്പെട്ടവർ വിടുവിൻ, എഴുത്ത് നമുക്കുള്ളതല്ലോ, ഈ റൈറ്റിംഗ് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. അത് ഇതിനെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത്, എഴുത്ത് നമുക്കുള്ളതല്ല. അപ്പം നമുക്കില്ലാത്ത എഴുത്ത് നമ്മൾ വായിച്ച് അഭിരമിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു ഇതുണ്ട്. അപ്പോൾ സനൽമോഹൻ്റെ ഒരു ലേഖനം പച്ചക്കുതിരയിൽ വന്നിരുന്നു മുമ്പ്. പച്ചക്കുതിര എന്നുള്ള മാസികയിൽ വന്നിരുന്നു. അപ്പോൾ അതിൽ വന്നതിൻ്റെ ലേഖനം ലാക്ക് ഓഫ് ഹിസ്റ്ററിയാണ്. അത് ഞാൻ വായിച്ചിരുന്നു അന്ന്. അപ്പോൾ ഈ ലാക്ക് ഓഫ് ഹിസ്റ്ററി എന്നുള്ള സനൽമോഹൻ്റെ ഐഡിയ ആണ് ഇവിടെയും വരുന്നത്. കൊളോണിയൽ ആധുനികത തന്നെയാണ്. കൊളോണിയൽ ആധുനികതയുടെ ഒരു ഐക്കണാണ് ഈ ബൈബിളും പിന്നെ സാമൂഹിക പരിഷ്കരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ട് രൂപപ്പെടുന്നത്. അപ്പം നാരായണ ഗുരു പറയുന്നുണ്ടല്ലോ, എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. അതാ നോളജിൻ്റെ ഒരു പ്രശ്നവും മാറുന്ന സാഹചര്യത്തിൻ്റെ കാര്യവുമാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹവും അതിൻ്റെ ഒരു പാർട്ടാണ്. ഇത് വേറൊരു തരത്തിൽ പക്ഷേ അനേകകാലം പുള്ളി അറിയപ്പെടാതെ കിടന്നു. പക്ഷേ ഇതിപ്പോൾ ഈ പിന്നെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിലെടുക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ദലിത് റൈറ്റിങ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അന്വേഷണങ്ങളിലൊക്കെ കാണുന്ന ഒരു സംഗതി, പലപ്പോഴും ഒരു ദലിത് സംസ്കാരത്തെ ഒരു സാംസ്കാരിക മൂലധനമാക്കിയിട്ട് വികസിപ്പിക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മഹാത്മാ ഫൂലെയൊക്കെ അത്തരം ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ബലിമിത്തിനെയൊക്കെ പകരം, ഇതിഹാസങ്ങൾക്ക് പകരം ബലിമിത്തിനെ തന്നെ ബദലായിക്കൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന അതൊരു തരത്തിൽ കൾച്ചറലി ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം അതിനകത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ മലയാള കവിതയ്ക്കകത്ത് ഈ ദലിത് മിത്തോളജി പൊതുവെ എന്തുകൊണ്ടായിരിക്കും വരാതെ പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും?
ഇപ്പോൾ നമുക്കറിയാം ഈ ദലിത് ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കേരളത്തിലൊരു കീഴാള ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ മിത്തോളജിയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ നമ്മുടെ കവിതയ്ക്കകത്ത് പലപ്പോഴും അത്തരത്തിലുള്ള ഈ ദലിത് ജീവിത ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനപ്പുറത്ത് ഈ ദലിത് മിത്തോളജി വലിയൊരു സ്വാധീനമായിട്ട് വരുന്നുണ്ടോ? ദളിത് മിത്തോളജി അങ്ങനെ സ്വാധീനമായിട്ട് വരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം കേരളത്തിലെ ദളിതരെ സംബന്ധിച്ചിടത്തോളം അവർ ദളിതരാണെങ്കിലും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കേരളത്തിലെ ദളിതരൊരു പ്രത്യേക വിഭാഗമാണ്. അവർ മറ്റ് സമൂഹമാണ്. അതുകൊണ്ട് ദളിതരിൽ നിന്നും നമുക്കറിയാമല്ലോ, കേരളത്തിലെ എല്ലാ വീടുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു നായന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു ദളിതർ താമസിക്കുന്നത്. ഇത് മിക്സഡാണ്. നമുക്കങ്ങനെ വടക്കേണ്ടിയിലെ പോലെ ഇങ്ങനെ ദളിതർ താമസിക്കുന്ന ഒരു ഗ്രാമം എന്നൊരു ഗ്രാമമില്ല, പിന്നെ ഒരു കോളനിയാണുള്ളത്. അപ്പം അങ്ങനെ ഒരു അകലം കുറവുണ്ട്. മാത്രമല്ല നമ്മുടെ ദളിതരുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ മറ്റുള്ള മേൽജാതിക്കാരും ഒക്കെ ഉണ്ട്, നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവർക്ക്. അത്തരത്തിൽ വളരെ ഇഴുകിച്ചേർന്ന ഒരു ജീവിതം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. കുറേയൊക്കെ ഇല്ലെന്ന് ഉണ്ട്. ഇപ്പം കോളനിക്കാർക്ക് പോലും പുറത്ത് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഇടപെടൽ നമ്മളുടെ ഒരു സ്കൂളുകൾ അല്ലെങ്കിൽ ലൈബ്രറികൾ അല്ലെങ്കിൽ വായന, നോവലിൻ്റെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തമിഴ്നാട്ടിലെ പോലെ വളരെ ഏലിനേറ്റഡ് ആയിട്ടുള്ളൊരു സമൂഹമായിട്ട് ദളിതരെ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ഇന്ത്യയുടെ പൊതു സാഹചര്യത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മളതിനകത്ത് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊക്കെ കവിതയിൽ എഴുതി വരുമ്പോൾ ഞാൻ വളരെ കാലം കഴിഞ്ഞാണ് കവിതയിലേക്ക് വരുന്നത്. 35-ാമത്തെ വയസ്സിലൊക്കെയാണ് ശരിക്കും കവിതയിലേക്ക് വരുന്നത്. അപ്പോൾ അതോടുകൂടി എനിക്ക് കേരളത്തിൽ ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലോ അല്ലെ ഹൈന്ദവതയിലോ ഇല്ലാത്തൊരു ദളിത് അവസ്ഥ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി, കണ്ടെത്താൻ പറ്റി. അപ്പോൾ അതിന് പല ചിഹ്നങ്ങളുണ്ട്. ഒന്ന് കല്ലൊരു ചിഹ്നമാണ്. കല്ല് ഞാൻ എൻ്റെ ദളിത് അവസ്ഥയുടെ ഏറ്റവും മൂർത്തമായ ഒരു ചിഹ്നമായിട്ട് ഞാൻ കറുത്തകല്ല് എന്നുള്ള കവിതയിൽ കല്ല് അവതരിപ്പിക്കുന്നുണ്ട്. ഈ കല്ല് വളരെ സമൂർത്തവുമാണ് അമൂർത്തവുമാണ്. ഇതിലാണ് എല്ലാം എഴുതി വെക്കുന്നത് ഇവർ. ഇവരുടെ ഓർമ്മയും ചരിത്രവും എല്ലാം എഴുതി വെക്കുന്നത് അതിനകത്തായിട്ട്. അങ്ങനെ ഒരു കല്ലിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ കൊട്ട കിട്ടുന്ന ഒരു സമൂഹമുണ്ട്, അല്ലെ പായ, അല്ലെങ്കിൽ അതുപോലെ അങ്ങനെയൊക്കെയുള്ള കൊയ്ത്ത്, മെതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ദളിത് നറേഷൻസിൻ്റെ അല്ലെങ്കിൽ മിത്തുകൾ എന്ന് പറയാൻ പറ്റും. ആ രീതിയിലേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരു കഥ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. ഉണ്ട് കഥകളൊക്കെ, ഇപ്പം നമുക്കറിയാമല്ലോ, ചങ്ങനൂരാതി കഥകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പുതിയ രീതിയിൽ, പക്ഷേ അതിൻ്റെ വൃത്തങ്ങളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കവിതയിൽ, അടയാളം എന്നുള്ള കവിതയിൽ ചങ്ങനൂരാതിപ്പാട്ടിൻ്റെ വൃത്തം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത്ര ചെറുകഥയിൽ പക്ഷേ അയ്യപ്പ മാഷൊക്കെ പലതും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മാഷ് ഈ പറയുന്ന ഒരു കഥകൾ, അതായത് ഒരു തരം മിത്തുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന കഥകളും ആഭിചാര സ്വഭാവമുള്ള, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു രീതിയാണല്ലോ പുള്ളിയുടെ. അത് ദളിതരുടെ ഉണ്ടായിരുന്ന ഒരു രീതിയാണ്. ദളിതരുടെ എല്ലാ സമൂഹത്തിലും ഉണ്ടായിരുന്ന ആഭിചാരം എന്ന് പറയുന്ന സംഗതി അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ലാംഗ്വേജ് എന്നുള്ള നിലയിൽ. പക്ഷേ പുള്ളിക്ക് അത് സ്വാധീനം ആഫ്രിക്കൻ അമോസ്റ്റ് ടൂട്ടോളുടെയൊക്കെ റൈറ്റിംഗ് ആണ് പുള്ളിക്ക് സ്വാധീനം എന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനല്ല. ഞാൻ ആഫ്രിക്കൻ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്പാനിഷ് കവിതകളും ഫ്രഞ്ച് കവിതകളും ഒക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്തിലെ എല്ലാ കവിതകളും വായിച്ചിട്ടാണ് ഞാൻ കവിത എഴുതാൻ തുടങ്ങുന്നത്. ഒരുപാട് വലിയ തയ്യാറെടുപ്പിന് ശേഷമാണ് ഞാൻ കവിത എഴുതുന്നത്. കാരണം PhD പഠിക്കാൻ പോയിട്ട് അതിന് ശേഷമാണ് കവിതയിലേക്ക് വരുന്നത്. അത്രമാത്രം പോയിട്ടാണ്. മലയാളം തന്നെ BA-യും ഡിഗ്രി കാലത്തും കവിത മലയാളം വായിച്ചുകൊണ്ടിരുന്നത്. BA, MA-യും B.Ed-ഉം അതുപോലെ PhD-ക്ക് കുറേ കാലം പഠിച്ചു. അതെല്ലാം മലയാളം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ടാണ് കവിതയിലേക്ക് ഒരു 35-ാമത്തെ വയസ്സിലൊക്കെയാണ്, അല്ലെങ്കിൽ 33 കഴിഞ്ഞിട്ടാണ് കവിതയിലേക്ക് വരുന്നത്. അതുവരെ ഞാൻ കുറേ എഴുതിയിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ കവിത പബ്ലിഷ് ചെയ്തിട്ടില്ല. എൻ്റെ ഉണ്ട്, വീട്ടിലവിടെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ വർക്കിന് ശേഷമാണ് ഇത് വരുന്നത്. അതാണ് എൻ്റെ ഒരു വേറൊരു പ്രത്യേകത. അപ്പം നമുക്കതിനെക്കുറിച്ച് പലതും ആലോചിച്ചിട്ട്, ഇപ്പം പല കവികളും അബോധപരമായിട്ട് എഴുതുന്നു. ഞാനും അബോധപരമായിട്ട് എഴുതുന്നത്. പക്ഷേ എനിക്ക് ഈ കുമാരനാശാനെ പോലെയും വൈലോപ്പള്ളിയെ പോലെയും വളരെ ഇതിനെ ഒരു ബോധരൂപത്തിലൂടെ ആക്കണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇപ്പം ചങ്ങമ്പുഴയെ പോലെ, ചങ്ങമ്പുഴ വളരെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയും. അപ്പോൾ സ്ത്രീയെ വല്ലാതെ വാഴ്ത്തും, പിന്നെ സ്ത്രീയെ തള്ളിക്കളയും. ഈ രീതിയാണ്. എനിക്കങ്ങനെ ഇല്ല. നേരത്തെ രീതിയിലുള്ള വൈകാരികത കവിതയിൽ ബാധിക്കില്ല. മറിച്ചൊരു സ്റ്റേബിളായിട്ടുള്ളൊരു, അതാണ് ഈ കല്ല് വരുന്നത്. കല്ലെന്ന് പറയുന്നത് വളരെ ഉറച്ചൊരവസ്ഥയാണ്. ഇപ്പം നമുക്കറിയാം, ഞാനത് അന്ന് മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പം ദളിതരുടെ ഇടയിലൊക്കെ ഈ ആത്മഹത്യകളൊക്കെ കുറവാണ്. ഞാൻ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. മധ്യവർഗത്തിൻ്റെ ഇതിൽ വരുന്ന പോലെ ആത്മഹത്യകൾ കുറവാണ്. പിന്നെ എത്ര ദാരിദ്ര്യമുണ്ടെങ്കിൽ അവർ അങ്ങനെ അതിജീവിക്കുന്നു. ഇതിനെയാണ് ഈ കല്ല് എന്നുള്ള ഒരു സ്റ്റോൺ ലൈക്ക് ലൈഫ് എന്ന് പറയുന്നത്. ഏതവസ്ഥയിലും അവർ നിലത്താണെങ്കിലും കിടന്ന്, അല്ലെ എവിടെയെങ്കിലും മരച്ചുവട്ടിലാണെങ്കിലും ഇരുന്നൊക്കെ അതിജീവിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാവർക്കും പറ്റണമെന്നില്ല. എല്ലാവർക്കും ഏതവസ്ഥയോടും. അപ്പം നമുക്കിപ്പോൾ ഇന്നത്തെ ഈ ഭൂമിയുടെ പല
ഇടങ്ങളെക്കുറിച്ച് ദളിതർക്കുള്ളതുപോലെ ജ്ഞാനം മറ്റുള്ളവർക്കുണ്ടാവണമെന്നില്ല, ആദിവാസികൾക്കും ദളിതർക്കുള്ളതുപോലെ. കാരണം നമ്മൾ വളരെ പരിഷ്കൃതനായ സമൂഹത്തിൽ നമുക്ക് പലതും അറിഞ്ഞുകൂടാ, നമ്മുടെ അറിവുകൾക്കപ്പുറമായിരിക്കുക അല്ലേ. അപ്പം ഞാൻ അടുത്ത കാലത്ത് ഒരു ഇതെഴുതി, ഒരാൾ വലിയ ഭൂസ്വത്തുള്ള ഒരാൾ പറയുന്നു, ദളിതരായിട്ടുള്ള കുട്ടികളെക്കുറിച്ച് ഇവിടുത്തെ ഒരു പയ്യൻ പറയുകയാണ്, ഇനി നമ്മൾക്ക് ഒരുപാട് ഭൂമിയുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് പരിധി ഉണ്ടെന്നാണ്. അവർക്ക് ഭൂമി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പരിധിയില്ല, കാരണം അവരിങ്ങനെ അലഞ്ഞ് നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. ഇവർക്ക് ഭൂമിയുടെ ഒരു വലിയ 3-4 ഏക്കർ സ്ഥലത്തിനകത്ത് നിൽക്കുന്ന ഒരാളാണ് ഇവർ. വീട്ടിൽ സമ്പന്നതയാണ്, എല്ലാ സൗകര്യങ്ങളും വീട്ടിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അവരുടെ ഏരിയയുടെ പരിധിയാണ്. മറ്റവർക്ക് അങ്ങനെയല്ല, അവർക്കൊന്നുമില്ല. അവർക്ക് കൊയ്യാൻ ദൂരെ പോകണം, പണിക്ക് ദൂരെ പോകണം, വെള്ളം എടുക്കാൻ ദൂരെ പോകണം. അതുകൊണ്ട് അവരുടെ അനുഭവങ്ങളിൽ ഈ അവരുടെ ഭൂമിക്ക് ഉപരിയാണ്. അവരുടെ സ്ഥലത്തിനും വീടിനും അപ്പുറത്തേക്ക് പോകും. മറ്റവർക്ക് വീടും അതിൻ്റെ സ്ഥലവും വലുതായതുകൊണ്ട് അതിൻ്റെ അകത്തേ നിൽക്കുള്ളൂ അല്ലേ. ഈ രീതിയിൽ ഏതവസ്ഥയോടും മത്സരിക്കാനും അതിനനുസരിച്ച് പോകാനും ഒക്കെ ഉള്ളൊരു ശേഷി അവർക്കുണ്ടെന്നുള്ള അതാണ് പോസിറ്റീവായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. ഞങ്ങൾ വളരെ ദുർബലരാണ് എന്നുള്ള കാഴ്ചപ്പാടല്ല. നമ്മൾ ദളിതരിലുള്ള ഈ ഒരു പവറായിട്ടുള്ളൊരു കാര്യത്തെ കണ്ടെത്താനുള്ള ശ്രമം. എന്തുകൊണ്ടാണ് ദളിതരുടെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പാടും ദാരിദ്ര്യവും അടിമത്തവും ഉണ്ടായിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? അതാണ് ഈ കറുത്തകല്ല് എന്നുള്ള കവിതയുടെ ഒരു ബേസ്. ഇത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. കാരണം ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന ഒരു വരേണ്യ സംസ്കൃതി മുന്നോട്ട് വെക്കുന്ന ഒരു മൂല്യബോധത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കുറേ കൂടി ഇക്വിറ്റി അല്ലെങ്കിൽ കുറേ കൂടി ഒരു ഇപ്പോൾ ലിംഗപരമായ സമത്വം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ദളിത് ജീവിതത്തിനകത്താണ് കൂടുതൽ കാണുക. നമ്മൾ പൊതുബോധത്തിനേക്കാൾ കൂടുതൽ ആയിട്ട് നമ്മൾ കാണുക. അല്ല, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്ത്രീകൾക്കും പുരുഷർക്കും തുല്യമായ സ്ഥാനമായിരുന്നു. അതെ, എൻ്റെ വല്യമ്മയ്ക്കൊക്കെ തന്നെ വല്യപ്പനോടൊപ്പം തന്നെ തുല്യമായ സ്ഥാനം. ഓരോ വീട് വലിക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. സ്ത്രീകൾ അതുപോലെ കള്ളുകുടിക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന സ്ത്രീകൾ, ഇങ്ങനെ അവർ മറ്റുള്ള സ്ത്രീകളെ പോലെ അവർക്ക് പോകണമെങ്കിൽ 2 പേരുടെ കൂടെ വേണം. ഇവർ ഒറ്റയ്ക്കൊക്കെ രാത്രിയിലൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പുരുഷന് തുല്യമായ സ്ഥാനം അവർക്കുണ്ടായിരുന്നു. അവരെ അമ്മച്ചിമാരെയൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും, അവർ ഭയങ്കര സ്ട്രോങ് ആണ്. അത് ഈ മധ്യവർഗ ഉപരിവർഗ സമൂഹങ്ങളില്ല. അപ്പം നമ്പൂതിരി സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ വളരെ ദുരിതമായിരുന്നു അവരുടെ ജീവിതം അല്ലേ. അത് നമുക്കറിയാമല്ലോ, അവരുടെ വിധവയുടെ അവസ്ഥയൊക്കെ. ഇവിടെ കുറച്ച് ലിബറലായിരുന്നു ഇവരുടെ സദാചാരം. ഉപേക്ഷിക്കപ്പെട്ട വേറെ കല്യാണം കഴിക്കും, അങ്ങനെ അതിനൊന്നും ഒരു നിയമമൊന്നുമില്ല, നിയമതടസ്സമൊന്നുമില്ലായിരുന്നു. പക്ഷേ നമ്പൂതിരി സ്ത്രീകളെ ഒന്നും ആലോചിച്ച് കഴിയില്ല. അവരുടെ ആ ചിട്ട അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതിൽ നിന്നൊക്കെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയിരുന്നില്ല. ഇതൊക്കെ നമുക്ക് ഇപ്പം മതം നമുക്ക് ഒരുപാട് പരിരക്ഷണം നൽകുന്നുണ്ട് ആൾക്കാർക്ക്, പക്ഷേ പരിരക്ഷണം നൽകുന്ന പോലെ തന്നെ അത് ഭയങ്കരമായിട്ട് നിയന്ത്രിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ടി.കെ.സി. വിടുതലയുടെ കഥയിലൊക്കെ ഈ ഒരുമിച്ച് ജോലി ചെയ്യുന്നതിൻ്റെ ആനന്ദം പങ്കിടുന്ന സ്ത്രീ പുരുഷന്മാരെ കാണും നമ്മൾ. അത് ടി.കെ.സി. വിടുതല മാത്രമല്ല, എ.പി. കളക്കാടിലൊക്കെ അവരുടെയൊക്കെ നോവലിലൊക്കെ അതുണ്ട്. അതൊരു ഇതിവിടെ സംഭവം ഒരു കൂട്ടു സമൂഹമാണ്. ഇന്ന് നമ്മൾ വ്യക്തികൾ ഒറ്റയ്ക്കാണല്ലോ അല്ലേ. ഭാര്യയും ഭർത്താവും പോലും വേറെ വേറെ ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെയല്ല, അവർ ഒറ്റ മനസ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ ദലിത് ജീവിതത്തിനകത്ത് ഒരു പക്ഷേ കേരളീയ നമ്മളുടെ ഒരു പ്രിവിലേജ്ഡ് സമൂഹം എന്ന് നമ്മൾ പറയുന്ന സമൂഹത്തിൻ്റെ മൂല്യബോധത്തേക്കാൾ ഉയർന്ന മൂല്യബോധം പുലർത്തുന്ന ഒരു സമൂഹമാണത് എന്ന് പറയാം. പക്ഷെ അതിനെ നമ്മുടെ ഒരു സാഹിത്യത്തിനകത്തോ കവിതയ്ക്കകത്തോ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മുടെ കവിതയിനകത്ത് അത് വന്നിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഈ കാരണവന്മാരൊക്കെ വരും, എന്നിട്ട് ഇവർ ഡിസ്കഷനാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവർ നല്ല യുക്തിപരമായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. കാരണം ഇവർക്ക് ഇവർ സത്യത്തിൽ ഇവരിങ്ങനെ വായിക്കുന്നവരോ ഒന്നുമല്ല, പക്ഷേ വായനയല്ലല്ലോ, അനുഭവമാണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പം അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇവർ ചരിത്രത്തെയോ ഇവർ നമ്മുടെ ചരിത്രവും പറയും ഇടയ്ക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയോ വലിയ ആലോചനകൾ ചർച്ചകൾ നടന്നിരുന്നുള്ളതാണ്. കല്യാണത്തിനും ഒക്കെയാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ കല്യാണത്തിന് ആഹാരം അവിടെ ഉണ്ടാകുന്നു, ഇവരോടൊന്ന് ചർച്ച ചെയ്യുന്നു. കാരണവന്മാരാണ് പൊതുവെ. അവരൊക്കെ നല്ല അറിവുള്ളവരും ബലവത്തായ മനുഷ്യരും ജീവിതത്തെക്കുറിച്ച് നല്ല വീക്ഷണമുള്ളവരും ഏതൊരു പ്രശ്നത്തെ അഹൂരിയാൻ കഴിയുന്നവരുമായിരുന്നു. അതെനിക്ക് അറിയാവുന്ന ഞങ്ങളുടെ ഒരു പൈങ്ങളം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഞങ്ങളുടെ ഒരു പേരപ്പനുണ്ടായിരുന്നു. പുള്ളിയുടെ എളിയിലൊരു കത്തിയൊക്കെ ഉണ്ട്. പുള്ളിക്ക് എത്ര കൃത്യമായിട്ടാണ് ഏത് പ്രശ്നത്തിലും ഇടപെട്ട് അത് കൃത്യമായിട്ട്, ഇവിടെ ഒരു കുടുംബം കലഹം ഉണ്ടായാലും പുള്ളി വന്നത് സോൾവ് ചെയ്തിട്ട് പോകും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരിങ്ങനെ വിദ്യാഭ്യാസത്തിലേക്കൊന്നും പോയിട്ടില്ലെന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർക്ക് അവരുടേതായ വേറൊരു വേൾഡ് ഉണ്ടായിരുന്നു. അധ്വാനത്തിൻ്റെയൊക്കെ ഒരു ലോകം, അവർക്ക് അവരുടേതായ മൂല്യബോധം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവരൊരിക്കലും ഒരു മോഷ്ടാക്കളായിട്ടില്ല. അപ്പം ജയിലുകളിൽ അവരങ്ങനെ ഒന്നും പോയിട്ടില്ല.
ഇപ്പം ഞാൻ ഓർക്കുന്നത് വേറൊരു കാര്യം, എൻ്റെയൊക്കെ ബന്ധുക്കളിലോ സ്വന്തക്കാരിലോ ആരും ജയിലിലില്ല. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, കേരളത്തിൽ നിന്ന് ജയിലില്ലാത്തൊരു കുറവാണ്. എല്ലാ മേഖലയിൽ നിന്നും ജയിലിലെ ആൾക്കാരുണ്ട്. ജയിലിൽ നിന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല കേസിലും. പക്ഷെ ഞങ്ങളുടെ ഒരു 10,000 വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ആയിട്ട്, 1000 വീട്ടുകാരില്ല, അത്രയും ബന്ധുക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. കല്യാണം വിളിച്ചാൽ നമുക്ക് ഒരു 1000 പേരൊക്കെ മാക്സിമം വരും. ആ ബന്ധുക്കാരും തന്നെ ദരിദ്രരും ഗതികെട്ടവരും സമ്പന്നരും ഒക്കെ ഉണ്ടാക്കും കൂട്ടത്തിൽ. വലിയ സമ്പന്നരൊന്നുമില്ല, ഇടത്തരം. പക്ഷെ അവരാരും ഒരു കുറ്റകൃത്യത്തിൽ പ്രതികളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതൊരു പോയിൻ്റാണ്. അവരിൽ പുരോഹിതന്മാരില്ല, ഇല്ല, സിസ്റ്റർമാരില്ല, പുരോഹിതന്മാരില്ല, അല്ലെങ്കിൽ അവരിൽ പൂജാരിമാർ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിപ്പം ഇപ്പം അടുത്ത കാലത്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സമൂഹങ്ങളാണ് ഇവ. അപ്പം നിങ്ങൾ ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അങ്ങനെ തന്നെ അവർക്ക് അവരുടേതായ ഒരു പ്രത്യേക ജീവിത നിരീക്ഷണങ്ങളുണ്ട്, ജീവിത രീതിയുണ്ട്. അത് വിട്ടുപോകില്ല അവരൊരിക്കലും. അവരാരെങ്ങനെ ചതിക്കാൻ പോവുമോ? വലിയ ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്നത്തെ മാറിയ ലോകം അല്ലേ, ഭൂമാഫിയ, അഴിമതി, സ്വർണ്ണക്കടത്ത്. ഇതിൽ സ്വർണ്ണക്കടത്തിലൊരു പ്രതിയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഉണ്ടാവും, അവൻ്റെ വേലക്കാരനായിട്ട് വല്ലതും കാണും. അല്ലാതെ ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഏതെങ്കിലും ഒരു അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ഉണ്ടാവില്ല. അത് ഒരു ഇടത്തരം വിദ്യാഭ്യാസമുള്ള സമൂഹം തന്നെയാണ് ഈ പണി കാണിക്കുന്നത്, അല്ലേ? മാഷ് ഇപ്പോൾ കവിതകൾക്കകത്ത് മാഷ് ചെയ്ത ഒരു ജോലി എന്ന് പറയുന്നത് സമാന്തരമായൊരു അനുഭവ ലോകം വേറെ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ ഇപ്പോൾ മാഷിൻ്റെ ആദ്യ കാലത്ത് ഇപ്പോൾ മലയാള കവിതയ്ക്ക് ഒരു കത്ത് എന്ന് പറയുന്ന ആ കവിതയ്ക്കകത്ത് മുതൽ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന വേറിട്ടൊരു അനുഭവ ലോകം തന്നെയുണ്ട്. നമ്മൾ ആനന്ദത്തിൻ്റെ ഒരു ലോകം വേറെ, അനുഭവ ലോകം വേറെ എന്ന് പറയുന്നതല്ല, മറിച്ച് ആനന്ദത്തിൻ്റെയോ അല്ലെങ്കിൽ അനുഭൂതികളുടെയോ ഒക്കെ എൻ്റേതായൊരു ലോകം എനിക്കുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സമാന്തരമായൊരു അനുഭവ ലോകം മാഷ് ആവിഷ്കരിക്കുന്നുണ്ട്. അത് വേറെ തരം പ്രകൃതി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പ്രകൃതി എന്ന് പറഞ്ഞു പോന്നിരുന്നത് മുഴുവൻ പലപ്പോഴും ഈ ഒരു ഒരു സമതലത്തിൻ്റെ, കേരളത്തിൻ്റെ ഒരു ഇടനാട്ടിൻ്റെ ഒരു സൗന്ദര്യാനുഭൂതികളാണ് പലപ്പോഴും കേരളീയ സൗന്ദര്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാലത്തും ആവിഷ്കരിച്ചു പോകുന്നത്. പക്ഷേ മാഷ് ഇപ്പോൾ കവിത എഴുതുമ്പോൾ തൊട്ട് രാവിലെ ഉണർന്ന് ജനവാതിൽ തുറക്കുമ്പോൾ അപ്പുറത്ത് കാണുന്ന കോഴിയെക്കുറിച്ചോ അല്ലെങ്കിൽ വെള്ളം മുക്കുന്ന സ്ത്രീകളെക്കുറിച്ചോ പൈപ്പിംഗ് ചുവട്ടിൽ അലക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ചോ ഇങ്ങനെ വേറൊരു വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതി, ഒരു ലൊക്കയിൽ ഒക്കെ നമ്മുടെ കവിതയ്ക്കകത്തേക്ക് കടന്നു വരുന്നൊരു അനുഭവമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അപ്പച്ചൻ ഒക്കെ മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട് ഉണ്ടല്ലോ, ഈ പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ മാറ്റി നിർത്തുന്നു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഈ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്ന ചോദ്യത്തോട് ഉള്ള ഏറ്റവും സർഗാത്മകമായ പ്രതികരണമായിട്ട് ഈ ഇത്തരത്തിലൊരു അനുഭവ ലോകം മാറി നിൽക്കുന്നു എന്നാണ് മാഷിൻ്റെ കവിതകൾ വായിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം. നേരത്തെ തന്നെ മാഷിനെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ കൊട്ട അതുപോലുള്ള സംഗതികൾ, അതിനകത്തുള്ള അധ്വാനവുമായി ബന്ധപ്പെട്ട പ്രകൃതിയുമായി ബന്ധപ്പെട്ട പലതരം പ്രതീകങ്ങൾ. മാഷ് പ്രകൃതിയെ കാണുന്നത് എനിക്ക് തോന്നുന്നത് വീടിൻ്റെ പുറത്തുള്ളൊരു സാധനമായിട്ടല്ല, അതിനകത്ത് എവിടെയാണ് മാഷിൻ്റെ വീടിരിക്കുന്നത്. അല്ലേ, വീടെന്ന് പറഞ്ഞാൽ തന്നെ വീടെന്ന് പറയുന്നത് ഒരു കവിത, എനിക്ക് ആ കവിതയുടെ പേര് ഓർമ്മയില്ല, ഒരു കവിതയ്ക്കകത്ത് ഇങ്ങനെ ഒരുപാട് ചുറ്റുപാടുള്ള പ്രകൃതിയെ എത്തിച്ചിട്ട് അവിടെയാണ് എൻ്റെ വീടിരിക്കുന്നത് ആ പ്രകൃതിയായിട്ട് ബന്ധം. അതായത് നമ്മളിപ്പം എൻ്റെ വീട് ഇന്നടുത്താണ് നമ്മൾ പറയുമ്പം ആ വീട് മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ മനസ്സിലിങ്ങനെ കാണുമ്പം അങ്ങോട്ടുള്ള വഴി, നട, അവിടുത്തെ മരങ്ങൾ, ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ വീട് മാത്രമായിട്ടൊരു സംഗതി ഇല്ല. അപ്പം നമ്മൾ വീടിനകത്ത് നമുക്കുള്ളത് മുറികളാണല്ലോ. ഈ മുറിയിലെ ശൂന്യത എന്ന് പറയുന്നത് പുറത്തുള്ളത് തന്നെയാണ്. പുറത്തുള്ള ശൂന്യതയെ നമ്മൾ കെട്ടി ഒതുക്കുമ്പോഴാണ് വീടാകുന്നത്, അല്ലേ? അപ്പോൾ ശൂന്യതയുടെ വേറൊരു രൂപീകരണമാണിത്. നമുക്ക് മഴ വീക്ഷണത്തിലൊരു തനിമയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് ഒരു പക്ഷേ നമ്മുടെ ഒരു പൊതുബോധത്തിന്റെ ഭാഗമല്ല. അത് മലയാളിയുടെ സൗന്ദര്യബോധം പലപ്പോഴും നേരെ വ്യത്യസ്തമാണ്. എൻ്റെ കവിതകളിൽ എൻ്റെ കവിതകളിലൊക്കെ ഈ കുടപ്പന, ചൂണ്ടപ്പന, ഉപ്പൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പക്ഷികളും ഒരുപാട് പദാവലികളുണ്ട്. കൊട്ടയൊന്നും മറ്റു മലയാള കവിതയിലൊന്നും നിങ്ങൾ കാണില്ല. കൊട്ട, അതുപോലെ ഒട്ടൽ, ഇങ്ങനെ ഈറ്റ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മലയാള കവിതയിലുള്ള സാമ്പ്രദായിക വലിയ കവികളുടെ കവിതയിലൊന്നും തന്നെ ഇല്ല. കാരണം അവർക്ക് ആ അനുഭവമണ്ഡലം ഇല്ല. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ഭൂപടം നമ്മൾ മാറ്റി വരച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഭൂപടം എന്ന് പറയുന്നത് സിനിമകളിലൂടെ നിർമ്മിക്കപ്പെട്ടതും കവിതകളിലൂടെ നിർമ്മിക്കപ്പെട്ടതും ഒക്കെയാണല്ലോ നമ്മുടെ ഭൂപടം. അതായത് മേജർ കവികളോ അല്ലെങ്കിൽ സിനിമക്കാരൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഭൂപടം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ഭൂപട നിർമ്മാണം സിനിമയിൽ വരുന്നത് പലപ്പോഴും സെലക്റ്റീവായിരുന്നു പണ്ടൊക്കെ. അത് എല്ലാ ഭൂപടവും എടുക്കില്ല, അല്ലെങ്കിൽ ലൊക്കേഷൻ എല്ലാവർക്കും ലൊക്കേഷൻ, അതായത് ലൊക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചുരുക്കെഴുത്തുണ്ട് അതിനകത്ത്. അവർ ആവശ്യത്തിനെ ചുരുക്കിയെടുക്കുകയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത വിശാലമായി കിടക്കുന്ന ഒരു ഭൂമിയും അവിടുത്തെ ഇന്ന് വരെ
ഇതിലേക്ക് വരാത്ത ചെടികളും പൂക്കളും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം കടന്നു വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വിപുലമായ മണ്ഡലം എന്ന് പറയുന്നത്. അത് മലയാള കവിതയിൽ അന്നും ഇല്ല ഇന്നും ഇല്ല. ഇപ്പം ഈ പറയുന്ന ഒട്ടലൊന്നും ഇനി ഒരു വരാനും പോകുന്നില്ല. അങ്ങനെ ഒരു ചെടിയൊക്കെ കോട്ടയത്ത് അപൂർവമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുടപ്പന കുറച്ചേ ഉള്ളൂ. കൂടി വന്ന ഒരു കോട്ടയം ജില്ലയിൽ തന്നെ ഒരു കുറച്ച് കുടപ്പനയേ ഉള്ളൂ ഇപ്പം. അവിടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. കാരണം അതിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞു. അത് നിലനിർത്താനുള്ള ശ്രമങ്ങളൊന്നും ഇപ്പം നടക്കുന്നില്ല. കുടപ്പനകൾ നമുക്കങ്ങനെ കൃത്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അത് സ്വാഭാവികമായിട്ട് പ്രകൃതിയിലുണ്ടാകുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് വെച്ച് പിടിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാനൊരു ചൂണ്ടപ്പന വെച്ച് പിടിപ്പിച്ചിരുന്നു അടുത്ത കാലത്ത്. ഈ ചൂണ്ടപ്പനെ കള്ളെടുക്കുന്ന പനയാണ്. പക്ഷേ അത് കുറേ കഴിഞ്ഞപ്പോൾ ആരോ വന്നത് വെട്ടിക്കളഞ്ഞു. പക്ഷെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഈ മാഷിപ്പോൾ എമേർജിങ് പോയട്രി എന്നുള്ളൊരു മൂവ്മെൻറ്റുമായിട്ട് വന്ന സമയത്ത് മാഷ് അതിനകത്ത് എടുത്തൊരു നിലപാട്, നമ്മളിനി ഈ പറയുന്ന ഒരു സ്വത്വ രാഷ്ട്രീയത്തെ മുൻനിർത്തിയിട്ടുള്ള പിന്നെ നമ്മുടെ ഒരു ഭാവനയെയും നമ്മുടെ ഒരു അനുഭവ മണ്ഡലത്തെയും ഒക്കെ അങ്ങനെ ചുരുക്കി കാണുന്നതിൽ നിന്ന് മറികടക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് മാഷ് മുന്നോട്ട് വെച്ചിരുന്നു. അതൊന്ന് വിശദീകരിക്കാം. നമ്മൾ എമർജിങ് എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് എമർജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അവസ്ഥ മാത്രമല്ല, മലയാള കവിതയ്ക്ക് പൊതുവിലൊരു ദളിതാവസ്ഥയുണ്ട്. കാരണം നമ്മളിപ്പം കേരളത്തിന് വെളിയിൽ അങ്ങനെ വലിയ അറിയപ്പെടുന്നവരല്ല. സച്ചിദാനന്ദനാണ് കുറച്ചൊക്കെ അറിയപ്പെടുന്നത്. അത് സച്ചിദാനന്ദൻ്റെ ആദ്യകാല കവിതകളൊന്നും, അതാണ് നല്ല കവിതകൾ, അതൊന്നും അറിയപ്പെടുന്നുമില്ല. അദ്ദേഹം പിൽക്കാലത്ത് എഴുതിയ കുറേ കവിതകളുടെ പേരിലാണ് അദ്ദേഹം കുറച്ചൊക്കെ പുറത്തൊക്കെ പോകുന്നത്. കാരണം ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. വിമനെ കൂടി ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അതുപോലെ ആദ്യകാല കവിതകളാണല്ലോ നമ്മളെ സ്പർശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വിപ്ലവകരമായൊരു കാലഘട്ടത്തിലൊക്കെ നമ്മളെ വല്ലാതെ സ്പർശിച്ചു. അതൊന്നും ഇന്ന് ആവശ്യമില്ല ലോകത്തിന്. ഇപ്പോഴത്തെ ലോകത്തിന് ആവശ്യം വേറെ തരം കവിതകളാണ്. അതാണ് പുള്ളിയുടെ കവിതകൾ പുറത്തേക്ക് പോകും. നമ്മളത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ കവിതകൾ ലോകത്തെമ്പാടും എത്തത്തക്ക രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു. പക്ഷെ അത് കേരള സമൂഹം അത് വേണ്ടവണ്ണം അത് മനസ്സിലാക്കിയില്ല. പക്ഷേ എനിക്കത് നിരാശയൊന്നുമില്ല. ഞാനൊരു പുസ്തകം ചെയ്തായിരുന്നു എമർജിങ് പോയട്രിയെ കുറിച്ച്. അതിനകത്ത് ഒരുപാട് സാധ്യതകൾ പറയുന്നുണ്ട്. വിവർത്തനത്തിൻ്റെ സാധ്യത, നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടതിൻ്റെ സാധ്യത, അതുപോലെ കവിതകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല ആദ്യം. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ. അപ്പോൾ അവിടെ നമ്മൾ ഈ കവിത എന്ന് പറയുന്നത്, നമ്മളൊരു കവിത വിദേശത്തേക്ക് പോകുമ്പോൾ അത് മുഴുവനായിട്ട് പോവില്ല, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, പ്രത്യേകിച്ച് തീമേ പോവുള്ളൂ. മലയാള കവിതയുടെ തീം മാത്രമേ, അല്ലെ എൻ്റെ പ്രമേയം വിഷയമൊക്കെ പോവുള്ളൂ. അത് അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം നമുക്ക് വിദേശ കവിതകൾ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെയൊക്കെ കവിതകൾ, പുതിയ കവിതകൾ അതേപടി ഇങ്ങനെ വരിക, വലിയ വ്യത്യാസമൊന്നും. പഴയ ഇപ്പം ബേഡ്സ്വർത്തിൻ്റെ കവിത മലയാളത്തിൽ കൊണ്ടുപോലല്ല പുതിയ നിക്കനോർ പാറയുടെ കവിത മലയാളത്തിൽ കൊണ്ട് കുറച്ച് എളുപ്പമാണ്. അതൊരു മാറ്റം നമ്മൾ ഉണ്ടാക്കണമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ അതൊന്നും അംഗീകരിക്കുന്നു. കാരണം ഞാനൊരു നേതാവായി മാറുന്നു, ഒരു ലീഡറായി മാറുന്നുള്ളത് പൊതുവെ അത് അംഗീകാര്യമല്ല. അതൊരു പ്രശ്നം തോന്നുന്നു, എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അതിനകത്തുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതായിരുന്നു, കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ശ്രേണീകരണത്തെ മറികടക്കാൻ സാഹിത്യത്തിലൂടെ അല്ലെങ്കിൽ കവിതയിലൂടെ നമുക്ക് ഇനി സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ മാഷ. അതെ, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ദളിതർ വഴികാട്ടികളാവും എന്നുള്ളത് കേരളം അംഗീകരിക്കില്ല. പക്ഷേ ചിലപ്പം നമുക്ക് അവരുടെ വഴികാട്ടൽ ആവശ്യമായി വരും. ആരുടെയും നമ്മളെ വഴികാട്ടുന്നത് ഒരു പക്ഷേ ഒരു പട്ടിയായിരിക്കും, അല്ലേ, അല്ലെങ്കിൽ ഒരു പാമ്പായിരിക്കും, അങ്ങനെയൊക്കെ വരും. അതുപോലെ അങ്ങനെ ദളിതരെ ഒഴിവാക്കേണ്ട കാര്യമില്ല. പൊതുസമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങൾ ആര് പറഞ്ഞാലും അംഗീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത്രേ പറയാനുള്ളൂ. ഓക്കെ.